ഞാൻ വീട്ടിലുണ്ടാക്കണ മാതിരി ഉണ്ടോ ടേസ്റ്റ്? ഞാൻ വീട്ടിലുണ്ടാക്കണ മാതിരി ഇല്ലേ? ടേസ്റ്റ് ഇല്ലേ? എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക്. ഇന്ന് ഞങ്ങൾ പോകുന്നത് എറണാകുളത്തെ ഏറ്റവും നല്ല ഒരു സീനറിയും നല്ല പീസ്ഫുൾ ക്ലൈമറ്റും ഉള്ള സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോണത്. ഞങ്ങൾ പോണതാണ് കടമക്കുടി. ആ സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഇന്ന് പോണത്. ഫസ്റ്റ് ടൈമാണ് പോണത് അല്ലേ? ഫസ്റ്റ് ടൈമാണ് പോണത്. അപ്പൊ അതിന്റെ റോഡും കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണത് അല്ലേ? മോള് ഇറങ്ങിയാ? മോള് ഉച്ചക്ക് ഉറങ്ങിയിട്ടൊന്നുമില്ല. രാവിലെ നല്ല വികൃതിയായിരുന്നു വീട്ടില്. അപ്പൊ ഇപ്പൊ കാറില് കയറിയപ്പോ ഉറങ്ങിപ്പോയി അല്ലേ? ഇല്ലല്ലോ. അപ്പൊ ഞങ്ങളിതാ കടമക്കുടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നോക്കിയേ, ഇത് ഏതാണ് അമ്പലം? ശ്രീ ജയദുർഗ അമ്പലം അല്ലേ? ചെറിയ ചെറിയ റോഡുകളാണ് അല്ലേ? ഞാൻ ഇവിടുന്ന് 8 മിനിറ്റും കൂടെ ഉള്ളൂ കടമക്കുടിക്ക്. ചെറിയ ചെറിയ റോഡുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പക്ഷെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് റോഡ് അല്ലേ? ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മള് ബ്ലോക്ക് ആവുമല്ലോ അല്ലേ? ഇത് മെയിൻ റോഡല്ല. ഇത് കണ്ടാ തോന്നും വൺ വേ ആണ് തോന്നും. നോക്കിയേ, മോള് നീച്ചാ പൊന്നു. ദാ വന്നു ഞങ്ങളുടെ കാക്കനാടിന്റെ അഭിമാനം പ്രാർത്ഥന. അതില് ഉറങ്ങാറുന്നാ? കണ്ണട തുപ്പിക്ക് വെച്ചിട്ടാണ് ഉറങ്ങിയത്. പാറു, കണ്ണട തുപ്പിക്ക് വെച്ചിട്ടാണ് ഉറങ്ങിയത്. എങ്ങനെ നീച്ച ഞങ്ങളെ സൗണ്ട് കേട്ടിട്ടാ? എല്ലാവരോടും ഹായ് പറഞ്ഞ പാറു. എന്ത് വായന സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. പാറു കണ്ണട വെച്ചിട്ട് ഉറങ്ങിയത്. അപ്പൊ ഞങ്ങളിതാ എത്താറായി. ഒരു 7 മിനിറ്റും കൂടെ ഉള്ളൂ കടമ്പക്കുടിക്ക്. അവിടെ പോയിട്ട് പാറു നമുക്ക് എന്താ ചെയ്യണ്ടേ? അവിടെ നല്ല നല്ല സീനറികൾ ഉണ്ടാവും, കൊറേ വെള്ളം ഉണ്ടാവും, പിന്നെ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അല്ലേ പാറോ? നായേ? നായ എന്തിനാ? അവിടെ നായ്ക്കളൊന്നും ഉണ്ടാവില്ല മോളോ. അത് ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ? എന്താ കണ്ടീഷൻ? ചെറിയ റോഡാണല്ലോ, വണ്ടി പോവോ? ഓക്കെ, ഇപ്പൊ ചെറിയ റോഡാണല്ലോ. നമ്മൾ റോഡ് തെറ്റിയോ? നമ്മള് മാപ്പ് വഴിയാണ് പോണത് അല്ലേ അലിമോ? മാപ്പ് വഴിയാണ് പോണത്. റോഡ് തെറ്റിയിട്ടില്ല, പക്ഷെ ഭയങ്കര ചെറിയ റോഡാണ് അല്ലേ? ഇതിന് വേറെ വഴി ഉണ്ടാവും ചിലപ്പോ. അല്ല, കടമക്കുടി വ്യൂ, ഐലൻഡ് വ്യൂ. കടമക്കുടി വലിയ കടമക്കുടി എന്ന് എഴുതിയാലാണ് കറക്റ്റ് പ്ലേസിലേക്ക് എത്തുക. അവിടുന്ന് പോകാൻ പറ്റില്ല? അതറിയില്ല കേട്ടോ, അങ്ങനെ പോകാൻ പറ്റുണ്ടാവില്ല. അതുകൊണ്ടല്ലേ അവര് അങ്ങനെ എഴുതണം യൂട്യൂബില് കണ്ടായിരുന്നു. കടമക്കുടി വ്യൂ ഐലൻഡ്സ് എനിക്കറിയില്ല, ഞാൻ ഏതോ ഒന്ന് റീല് കണ്ടപ്പോ അങ്ങനെ കണ്ടിരുന്നു. പോയി നോക്കാം. റോഡ് പയ്യെ പയ്യെ വലുതായി വരുന്നുണ്ട് ഗൈസ്. ഇപ്പൊ മെയിൻ റോഡ് എത്തി. മോമോസ് കഫേ. ഇവിടെ മോമോസ് ഒക്കെ ഉണ്ട് കേട്ടാ. അടിപൊളി മോമോസ് ഒക്കെ ഉണ്ട്. നോക്കിയേ, നമുക്ക് വരുമ്പോ മോമോസ് തിന്നാലോ? മോൾക്ക് മോമോസ് ഇഷ്ടാണോ? ഇതാ പാറൂര് റൊണാൾഡോ നോക്കി മുണ്ടൊക്കെ ഇട്ട് നിക്കണേ. റൊണാൾഡോ അല്ല, മെസ്സി. റൊണാൾഡോ ഉണ്ട്, മെസ്സി ഉണ്ട് അവിടെ. അതെ, ഞങ്ങളിതാ. അപ്പൊ റൊണാൾഡോ തോറ്റില്ല. റൊണാൾഡോക്ക് 6-5 കപ്പ് ഇട്ടിട്ടുണ്ട്. മെസ്സിക്ക് 1-2 കപ്പ് ഇട്ടിട്ടുള്ളൂ. എന്റെ പൊന്നു, ഇതൊക്കെ മോൾക്ക് എങ്ങനെ അറിയാം പൊന്നോ? സൂപ്പർ ആണല്ലോ എന്റെ മോള്. ഇനി നമ്മള് ഞാൻ 7ാം ക്ലാസ്സിൽ എത്തുമ്പോ എന്താണ്ടാവുക? ഇത് പാറുഞ്ഞ് 7ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് അടുത്ത വേൾഡ് കപ്പ് അല്ലേ? അതെ, ബ്രസീൽ ഫാൻസ് എല്ലാം ഫുട്ബോൾ ഫാൻസ് ആണല്ലോ. ഇതിപ്പോ കടമക്കുടി ഏരിയയിലേക്ക് എത്തിക്കൊണ്ടിരിക്കണം ഗായ്സ്.
അല്ലെ? രണ്ട് സൈഡും നോക്കിയേ, വെള്ളം. രണ്ട് റൈറ്റും ലെഫ്റ്റും വെള്ളമാണ്. പാറു, നമ്മൾ നിക്കുന്നതിന്റെ ചുറ്റും വെള്ളമായിരിക്കും കേട്ടാ. നമ്മളിഞ്ഞ് പോണതേ പാറു, അതാണ് പോണ സ്ഥലത്ത് അതിന്റെ രണ്ട് സ്ഥലം വെള്ളമായിരിക്കും. അങ്ങനെ ഞങ്ങള് കടമക്കുടി ഐലൻഡിലെത്തി. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇന്ന് വീക്കെൻഡും കൂടിയാണ് അല്ലേ ലിമോ? ഇന്ന് വീക്കെൻഡും കൂടി ആയത് കാരണം നല്ല തിരക്കാണ്. വണ്ടി എങ്ങനെയൊക്കെ പാർക്ക് ചെയ്ത് നോക്കിയേ. വണ്ടി പാർക്ക് ചെയ്ത് കാണിച്ചു തരാം ഞാൻ. വണ്ടി എങ്ങനെ പാർക്ക് ചെയ്ത് കാണിച്ചു തരണേ? ഇതേണ്ട, ഇവിടെ മുഴുക്ക വണ്ടികളാണ് കേട്ടോ. പക്ഷെ നല്ല സീനറിയാണേ കാണാൻ. വാവ്, നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല കാറ്റും അല്ലേ? പാറു, നമ്മൾ പറന്നു പോവോ? എൻ്റെ കുഞ്ഞു നോക്കിയ തൊപ്പിയൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്, മുടിയൊക്കെ പാറുന്നുണ്ട് മോളുടെ. പാറു പിടിച്ചിരുന്നോ? പറന്നു പോകുന്നില്ലല്ലോ? അച്ഛനെ പിടിച്ചോ? ഒന്നും പറയണില്ലല്ലോ പാറൂസേ. പാറു, ഇനി നമ്മൾ എന്താ പരിപാടി? ഓപ്പൺ ജിം അവിടെ അതുവരെ നടക്കും മോള്. അവിടെ എന്താ? അതല്ല, മരല്ലേ? ഓക്കെ ഓക്കെ ഗൈസ്, അപ്പൊ മോള് പറയാണ് അവൾക്ക് കല്ല് വെള്ളത്തിൽ എറിഞ്ഞ് കളിക്കണം. അപ്പൊ അതിനു വേണ്ടി പോവാണ് ഞങ്ങള്. എവിടെ നമ്മള് പോണ്ടത്? എവിടെ? കല്ല് പെറുക്കൂ എറിയോ? കല്ല് പെറുക്കൂ എറിയോ? ഇപ്പൊ കല്ല് പെറുക്കി എറിയട്ടെ. അയ്യേ, ഇത്ര ശക്തിയുള്ളൂ. ഞാൻ എനിക്ക് പണിയൊന്നും അറിയില്ല. ഈ കല്ല് എറിയുമ്പോഴേ ഇങ്ങനെ ഇങ്ങനെ പോവും. അങ്ങനെ എറിയാൻ പറ്റുമോ? ചെറിയ കല്ലും കൂടി എടുത്തേ. ഞങ്ങൾ വീട്ടിൽ നിന്ന് കടമക്കുടി വന്നിട്ട് കല്ല് പെറുക്കി കളിക്കാണ് ഗൈസ്. അപ്പൊ നമുക്ക് മുമ്പോട്ട് പോവാം. ഇവിടെ കല്ല് കിട്ടിയോ? ഈ കല്ല് നോക്കി കേട്ടോ. പോയില്ല. പാറു, ഡി ലിമോ, ഇത് അവിടെ എന്തൊക്കെയാ ഉണ്ട് കേട്ടോ കാഴ്ചകൾ കാണാനേ. പക്ഷെ അത് അങ്ങോട്ട് കുറേ ദൂരാണത്. അത് ചെറിയ നമ്മളെ നാട്ടിലെ ഈ വരമ്പുണ്ടാവില്ലേ, അതേമാതിരി ആണത്. പക്ഷെ അങ്ങോട്ട് പോണ്ട അല്ലേ, റിസ്ക് ആണ്. അവിടെ നല്ല തിരക്കാ. പാറൂസേ പോണ്ടടാ അല്ലേ? കുട്ടികളൊക്കെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. പാറു, നമുക്ക് ലിമോ പാറു സ്കൂളിൽ പോയില്ലേ? പാറു സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി വരാം ഇല്ലേ പാറു? എവിടെ? ആരാ പറഞ്ഞേ? വെള്ളത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ കാട് വെട്ടി കിടക്കുന്നതാണോ അവിടെ? നമ്മൾ വരുമ്പോ കണ്ടല്ലോ ലെഫ്റ്റ് സൈഡിൽ ബോട്ടിംഗ് നടക്കുന്നില്ലേ? ബോട്ടിംഗ് എവിടെയാണ്? അവിടെ എന്തായിരുന്നു? ഒരു കാപ്പി പിടിച്ചാലോ ലിമോ? ഒരു കാപ്പി പിടിച്ചാലോ? വാ പാറു, നമുക്കേ നല്ല വല്ല സ്ഥലം നോക്കിയിട്ടേ അവിടെ ഇങ്ങോട്ട് ഇരുന്നാലോ, ഒരു കാപ്പിയും വടയും കുടിച്ചാലോ? എന്താ വേണ്ടേ? ഓപ്പൺ ജിമ്മ് കുറേ ദൂരെയാണ് എൻ്റെ മോളെ. ഇതാ ഇവിടെ ഉണ്ടല്ലോ ചായ. വെയിറ്റ് ലോസ് ടീ ഉണ്ട്, റോസ് ടീ ഉണ്ട്, കാർഡമം ടീ, കട്ടൻ ചായ ഇല്ലേ? കാശ്മീരി കവ്വ ടീ, കാശ്മീരി കവ്വ ടീ ഉണ്ട്. കാശ്മീരി കവ്വ ടീ എന്താണ്? എത്രയാണ്? ഒരു കാശ്മീരി കവ്വ ടീ. സർബത്തുണ്ടോ? നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്ന് മേടിക്കാം. ഒരു സർബത്ത് എടുത്തോളൂ, ഷെയർ ചെയ്യാട്ടാ. കഴിക്കാൻ എന്താ വേണ്ടേ? എന്താ അതിലുള്ളേ? പഴംപൊരി ഉണ്ട്, പരിപ്പോട് ഉണ്ട്. കട്ട്ലറ്റ് വെജാണോ ചേച്ചി? എന്താ വേണ്ട? നമുക്ക് പഴംപൊരി നീ മേടിച്ച. വേറെന്താ ഉള്ളതെന്ന് പറഞ്ഞ? പരിപ്പോട്. പരിപ്പോടല്ലേ? ഒരു പരിപ്പോട. ചിക്കൻ ഉണ്ടോ? ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടോ? ചിക്കൻ വേണ്ട. പിന്നെ ഒരു പഴംപൊരി. നിനക്ക് എന്താ വേണ്ട? പരിപ്പ് വട. പഴംപൊരി സർബത്തിന് കൂടെ ഇത് തിന്നാൻ നല്ല ടേസ്റ്റാണ്.
സൂപ്പർ. സ്ട്രോങ്ങിന്റെ ഒന്നും ആവശ്യമില്ല മോളോ. ഇതെന്താ ഇത് ഇളക്കുമോളൂ ഉണ്ട്, അങ്ങനെ കുടിക്കാന്നറിയാം. ഇങ്ങനെ ഇങ്ങനെയാണ് കുടിക്കുക. ഇതാണ് കാശ്മീരി ചായ ഡയറീസ്, കാശ്മീരി കാവാട്ടി. അപ്പം നമുക്ക് ഈ കാശ്മീരി ടീ കുടിക്കാനേ ഇപ്പൊ കാശ്മീരി പോകണമെന്നൊന്നുമില്ല അല്ലേ? കടമക്കുടി വന്നാലും മതി. കാശ്മീരി കാവാട്ടി. ഒരു പ്രത്യേക ടേസ്റ്റ്. ഇതില് ഗ്രാമ്പൂ ഉണ്ട്, ഇലൈച്ചി ഉണ്ട്, പിന്നെ എന്തൊരു പട്ടയും കെട്ടിയൊക്കെ ഇട്ടുണ്ട്. കുറേ സാധനങ്ങളുണ്ട് ഇതിനുള്ളിൽ. എനിക്ക് സർബത്ത്. നീ കുടിച്ചിട്ടില്ലേ? ഓ, എൻ്റെ ക്യാമറാമാൻ എന്തൊരു കുടിച്ചില്ലല്ലോ. ക്യാമറാമാൻ്റെ ഒരു സ്ട്രഗിളേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ 4 പുറം നല്ല സീനറിയാണ് കേട്ടോ. പിന്നെ ഇന്ന് വീക്കെൻഡ് കൂടി ആയ കാരണേ തിരക്ക് നല്ല കൂടുതലാണ്. പിന്നെ ഇവിടെ കോർണറിൽ എല്ലാ സൈഡിലും ചെറിയ ചെറിയ ചായക്കടകളും ബൺ മസ്കയും ഐസ്ക്രീമും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ നടക്കാനുണ്ട്. ഞങ്ങൾ ബോട്ടിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബോട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇവിടെ ഐസ് കടയാണ്. പിന്നെ ഇവിടെ പായസക്കട ഉണ്ട്. പായസം ഒന്ന് ടേസ്റ്റ് ചെയ്താലോ? നമ്മൾ കുറേ ദിവസമായിട്ടില്ലേ ആ ഒരു പായസം കുടിച്ചിട്ട്. ലിമോ, നമുക്ക് പായസം ഒന്ന് കുടിച്ചാലോ? എനിക്ക് ഏറ്റവും ഇഷ്ടം പരിപ്പാണ്. ലിമോന് ഏറ്റവും ഇഷ്ടം പരിപ്പല്ലേ? അല്ലേ? ഒരു പരിപ്പ് എത്ര ഒന്നിന്? 30 തന്നുള്ളൂ. ചൂടുണ്ടാവുമോ? ആ, പരിപ്പും പിന്നെ വേറെ ഏതാ? പാലട. ഇത് പാലട അല്ലേ? ഇത് പരിപ്പ്. ചെറുപരിപ്പല്ലേ? ആ, ചെറുപയറ് ഒന്ന് മതിയേ. നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ? കുടിച്ചു നോക്കി. കുടിച്ചോ? എങ്ങനെ ടേസ്റ്റ്? ഞാൻ വീട്ടിലുണ്ടാക്കണ മാതിരി ഉണ്ടോ ടേസ്റ്റ്? ഞാൻ വീട്ടിലുണ്ടാക്കണ മാതിരി ഇല്ലേ? ടേസ്റ്റ് ഇല്ലേ? കുഞ്ഞാ, അവളങ്ങനെ പായസം കുടിക്കൂല. മധുരമുള്ള സാധനങ്ങളൊന്നും കഴിക്കൂല. പാലട പരിപ്പ്, പാലട പരിപ്പ്, പാലട പരിപ്പ്, പരിപ്പ് പായസം, പാലട, പരിപ്പ് പായസം, പാലട. വരൂ വരൂ വരൂ. ഈ സാധനം എന്താ? ഉണ്ട? ബസ്റ്ററുണ്ട അല്ലേ? ഓക്കെ ഓക്കെ. അതിനെത്രയാ ഒന്നിന്? 10 രൂപ. പായസം നന്നായിരുന്നു കേട്ടോ. അങ്ങനെ പായസം കുടിച്ചു. പായസം കുറേ ദിവസമായി നമ്മൾ കുടിച്ചിട്ടില്ലേ? നമ്മൾ അവസാനമായിട്ട് പായസം എപ്പോഴാണ് കുടിച്ചത്? ഇന്നലെ സദ്യ കഴിക്കാൻ പോയപ്പോ. അയ്യോ, ഇന്നലെ സദ്യ കഴിക്കാൻ പോയപ്പോഴാണ് പായസം കുടിച്ചത്. ഞാൻ ആ കാര്യം അങ്ങോട്ട് മറന്നുപോയി അല്ലേ? അയ്യോ, അത് പാറു പറഞ്ഞോ? കുഞ്ഞാ, പാറു സ്കൂളിൽ പോയപ്പോഴേ ഞങ്ങൾക്ക് സദ്യ കഴിക്കാൻ ഒരു കൊതി. അപ്പൊ ഞങ്ങള് പാറു കാണാണ്ട് സദ്യ കഴിക്കാൻ അങ്ങോട്ട് പോയി. പാറു അറിഞ്ഞില്ലല്ലോ? പാറുവിന് നമ്മള് നെക്സ്റ്റ് ടൈം വാങ്ങിത്തരാട്ടെ സദ്യ. അതാ ഓപ്പൺ ജിമ്മ്. നോക്കട്ടെ കേറിക്കോ. അത് കുഞ്ഞാ, അത് ആപ്സിൻ്റെ ആണ്. ഇവിടെ ഇരിക്കേ. ഇവിടെ ഇരുന്നിട്ട് കാല് ഇവിടെ ഇട്. ആ, മോള് വീഴരുതേ. താഴത്ത് കാലിട്, താഴത്ത്. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ. ആ, ഇനി ബാക്കിലേക്ക് കിടക്ക്. അതാ പറഞ്ഞ കുട്ടികൾക്കുള്ളതല്ല വീണ് പോവും. അപ്പോൾ ഞങ്ങളെ ബോട്ട് വന്നിട്ടുണ്ട്. അതാ കമോൺ. പാറു, നമുക്ക് ബോട്ടിൽ പോവല്ലേ? നമ്മളെ ബോട്ട് വന്ന്. പോട്ടെ മെല്ലെ പാറു നോക്കിയിട്ട്. അങ്ങനെ നമ്മൾ കാറ്റത്ത് ആടി ഉലഞ്ഞങ്ങോട്ട് പോവാണ് അല്ലേ? അങ്ങനെ പാറു
നമ്മളിതാ ബോട്ടിൽ കയറി എടുക്കണം അല്ലേ അല്ലേ? അവിടെ നീന്താൻ അറിയോ? അറിയില്ല. വെള്ളം തൊടാനോ? വെള്ളം തൊടാനൊന്നും അങ്ങനെ പറ്റൂല. വെള്ളം നമുക്ക് കാണാം അല്ലേ? അപ്പോ നമ്മള് യാത്ര തുടങ്ങില്ലേ? അതാ അങ്ങനെ ഞങ്ങൾ ബോട്ട് സർവീസൊക്കെ പോയി വന്നു അല്ലേ? നല്ല ഒരു ക്ലൈമറ്റ് ആയിരുന്നു നമ്മൾ ബോട്ടിൽ പോയപ്പോൾ അല്ലേ? ചെറിയ കുറച്ച് മഴകളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ പോയി അല്ലേ? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് 2 കസ്റ്റമർ ഉണ്ട് ബോട്ടിലത്തെ. നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഉണ്ടെന്ന്. എങ്ങനെയുണ്ടായിരുന്നു ഗായ്സ്? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? എത്രേ ഉള്ളൂ എക്സ്പീരിയൻസ്? സെന്റൻസ് ആയിട്ട് ഒന്നും പറയാനില്ലേ? ഒരു വാവ് മാത്രമേ ഉള്ളൂ. അവളുടെ അഭിപ്രായമാണ് പാറു കയറി ഉടനെ തന്നെ എന്താണ് ലൈഫ് ജാക്കറ്റ് ഒക്കെ കയറി ഇട്ടിട്ട് മിണ്ടാതെ പേടിച്ച് പറിച്ചിരിക്കായിരുന്നല്ലോ കുഞ്ഞാ. ലൈഫ് ജാക്കറ്റ് ഇടണം. ഞാനും എനിക്ക് ഇടണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അത്രയ്ക്ക് പേടി ഉണ്ടായിരുന്നില്ല. നീന്താൻ അറിയാത്തോണ്ട് പേടി അത് കാരണം നീന്താൻ അറിയുന്നോണ്ട് ചെറിയൊരു ട്രിപ്പല്ലായിരുന്നു. അത് കാരണം ഞാൻ ലൈഫ് ജാക്കറ്റ് ഇട്ടില്ല. പക്ഷെ മോളൊക്കെ ഇട്ടു. പക്ഷെ നിങ്ങൾ എല്ലാവരും ലൈഫ് ജാക്കറ്റ് ഇടണം അല്ലേ? ലൈഫ് ജാക്കറ്റ് ഒക്കെ ശരിക്കും ഇടണം. അല്ലാതെ പോവരുത്. ഓക്കെ, നമ്മളെ സേഫ്റ്റിയാണ് ഫസ്റ്റ്, എൻജോയ്മെന്റ് അതിന് ശേഷമാണ്. അതെ. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അല്ലേ? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ബോട്ട് യാത്രയൊക്കെ നല്ല അടിപൊളി, നിറയെ വെള്ളം ചുറ്റും കിടന്നു. പിന്നെ ഇവിടെ ഞങ്ങള് ഇങ്ങടെ എത്താൻ നേരത്തെ ചെറിയതായിട്ട് ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ഞങ്ങള് ബോട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്ക് നല്ല മഴ. അപ്പോ ഞങ്ങൾക്ക് മഴ ശക്തിയായത്. ചെറുതായിട്ട് അവിടുന്ന് ഒരു ലക്ഷണം ഉണ്ടായിരുന്നു, മഴക്കാറുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ വൈകുന്നേരം സമയത്തായി. സമയം ഇപ്പൊ 7 മണിയായി. അപ്പോ ഇവിടെ രാത്രിയായി ഇവിടെ അല്ലേ? നല്ല ഇരുട്ടായി. അപ്പോ അധികം ഒന്നും ഞങ്ങള് എക്സ്പ്ലോർ ചെയ്തില്ല അല്ലേ? മാക്സിമം ചെയ്തു. ഇതല്ലേ ഉള്ളൂ. ഇവിടെ സീനറിയാണ് മെയിൻ ആയിട്ട്. ഇവിടെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഈ കാഴ്ച കാണാന്നുള്ളതാണ് നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന പച്ചപ്പും കായലും. അപ്പൊ നമ്മള് മാക്സിമം സ്ഥലങ്ങൾ കണ്ടു അല്ലേ? ഇവിടെ മാക്സിമം സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടു. ചെറിയ സ്പോട്ടും തട്ടുകടകളും അവിടുന്ന് ഞങ്ങൾ ഫുഡ് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തു. ചായ, കാപ്പി, പരിപ്പൂട ഇതൊക്കെ കഴിച്ചു. നല്ലൊരു തണുത്ത അന്തരീക്ഷം അല്ലേ? ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു സൺഡേ ഈവനിങ് നന്നായിട്ട് ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. ഞങ്ങളുടെ വീടിന്ന് അധികം ദൂരമൊന്നുമില്ല, ഒരു 10-15 മിനിറ്റേ ഉള്ളൂ ഇങ്ങോട്ട് അല്ലേ? എന്നാലും ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ടാണ് ഈ കടമക്കുടിയിൽ വന്നത് അല്ലേ? ഇത്രയും നല്ല രസമാണ്. അതെ. ഫോട്ടോ ഒക്കെ എടുക്കാൻ, ഫോട്ടോ വീഡിയോ ഒക്കെ സൂപ്പറാണ്. അപ്പോൾ ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അത് എൻ്റെ മോൾക്ക് എന്തോ പറയാനുണ്ട്, പറയും. അപ്പൊ എല്ലാവർക്കും